ശ്രീ നിയാസ് തന്നെ നമുക്കൊപ്പമുണ്ട്. ശ്രീ നിയാസ്, താങ്കൾ അടക്കമുള്ള UDFന്റെ നേതൃത്വം വലിയ അവകാശവാദങ്ങൾ കോർപ്പറേഷനിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധ്യമാവില്ല എന്നതാണ് ഇപ്പം PM സുരേഷ് ബാബു അടക്കമുള്ളവർ വാദിക്കുന്നത്. എന്താണ് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനുള്ള നിങ്ങളുടെ തന്ത്രം? ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമാണോ? എനിക്ക് മുമ്പ് സംസാരിച്ച PM സുരേഷ് ബാബു ഞാനും ഒന്നിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ കോർപ്പറേഷൻ കോൺഗ്രസിനെ പ്രതിനിധിച്ച് വന്നതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ തന്നെ നിരന്തരമായി കോർപ്പറേഷന്റെ അഴിമതിക്കെതിരായി അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ഇന്നും രേഖയിലുള്ളതാണ്. അത്രയേറെ അഴിമതികൾ നടന്നു എന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചതും PM സുരേഷ് ബാബുവാണ്. അപ്പൊ PM സുരേഷ് ബാബുവാണ് ഇന്ന് പറയുന്നത് 50 വർഷത്തിനിടയിൽ ഒന്നും ഒരു കാര്യവും ഉന്നയിച്ചില്ല എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തിന് ഓർമ്മ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം പാർട്ടി മുന്നണി മാറിയതിനെ കൊണ്ട് ഉള്ള സാഹചര്യം കൊണ്ടായിരിക്കാം. ഒരു കാര്യം തുറന്നു പറയുക, 50 വർഷമായി കോഴിക്കോട് അധികാരത്തിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നടപടികൾ ഇല്ല എന്ന് മാത്രമല്ല 100% അഴിമതിയുടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾ ആലോചിക്കുന്ന നിലവിലുള്ളൊരു കെട്ടിടം, ആ കെട്ടിടം കോർപ്പറേഷന്റെ നിലവിലുള്ള കെട്ടിടം നവീകരിക്കാൻ വേണ്ടി ഈ 19.5 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയാൽ പോലും ഈ 19 കോടി ആവശ്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിക്കോട് കോർപ്പറേഷൻ നേരെ മുമ്പിൽ നമ്മൾ വെൻഡിങ് ആയിട്ട്, അതായത് തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ കോഴിക്കോടിന്റെ കണ്ണായ സ്ഥലമായ പാളയം പച്ചക്കറി മാർക്കറ്റ് അത് ഭൂമാഫിയകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തീരെ അപര്യാപ്തമായ ഒരു മേഖലയിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മാറ്റുവാനുള്ള തീരുമാനം ഉണ്ടാക്കിയത്. ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചാണ്? അപ്പൊ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷന്റെ ഈ സാധാരണ ശ്രീ നിയാസ്, സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒരുക്കവും ഒക്കെ വൈകിയുള്ളൂ. തിരുവനന്തപുരത്ത് ശബരിനാഥനെയൊക്കെ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു തന്ത്രം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോടും ചില തന്ത്രങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ താങ്കളെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കം? ഞങ്ങളെ ഒരിക്കലും മേയർ സ്ഥാനാർത്ഥിയായി എന്നുള്ള ആരെയും തീരുമാനിച്ചിട്ടില്ല പാർട്ടി. ഔദ്യോഗികമായി കോഴിക്കോട് അത്തരത്തിലുള്ള ചർച്ച നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമായിട്ട് മാത്രമേ എനിക്കിപ്പോ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDF തീരുമാനിക്കുന്ന ഒരു വലിയ ഭരണസമിതി, ഒരു നല്ല ഒരു ടീം, UDFന്റെ ടീം കോഴിക്കോട് കോർപ്പറേഷനിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന തീരുമാനം തീർച്ചയായും കോഴിക്കോട്ടെ ജനങ്ങൾ, അത് സുരേഷ് ബാബുവിന്റെ അഭിപ്രായം ആയിരിക്കില്ല കോഴിക്കോട്ടെ ജനങ്ങൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങൾ അതനുസരിച്ചുള്ള തീരുമാനമായിക്കൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കണം, എല്ലാ കാലത്തും ജനങ്ങൾക്ക് തെറ്റുപറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അവർ നടത്തിയിരിക്കുന്ന തെറ്റ് അത് ഇത്തവണ തിരുത്തി ജനനന്മയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു കോർപ്പറേഷൻ ഭരണകൂടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ സുരേഷ് ബാബു കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സ്നേഹിതനും സുഹൃത്തുമാണ്. കാലാകാലങ്ങളായി ഞങ്ങളുടെ സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം നാളെ പറയണം. ഈ കേരളത്തിലെ കോഴിക്കോട്ടെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ടീമിനെ നയിച്ചുകൊണ്ട് അദ്ദേഹം പറയേണ്ടത് 50 കൊല്ലക്കാലം നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയാൻ തയ്യാറുണ്ടോ? ജനങ്ങളോട് പറയാൻ തയ്യാറുണ്ടോ? ജനങ്ങളെ സുരേഷ് ബാബു, ഈ സാധാരണ ഈ കോൺഗ്രസിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ആരാണ് മേയറാവുക എന്നൊരു സൂചനയൊന്നും പതിവില്ല. പക്ഷെ ഇത്തവണ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിയാസ് സമ്മതിക്കില്ലെങ്കിൽ കൂടിയും അദ്ദേഹം തന്നെയാണ് പരിഗണനയിൽ നിന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ഒരു തന്ത്രം കോൺഗ്രസിന് ഗുണം ചെയ്യും. കോൺഗ്രസ് എല്ലാ കാലത്തും ഇത് നിങ്ങളിപ്പോ മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. കോൺഗ്രസിന് എല്ലാ കാലത്തും ആന്തരികമായി അല്ലെങ്കിൽ ഉള്ളാലെ ഒരു മേയർ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാകും. അതില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മുംബൈയുള്ള കൗൺസിലിലേക്ക് MT പത്മയെയാണ് ഉയർത്തിക്കാട്ടിയിരുന്നത്. പിന്നീട് ഞാനായിരുന്നു. അതിന് പിന്നീട് വേറെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. പിന്നീട് ഇപ്പൊ നിയാസാണ്. നിയാസ് അത് ആ UDF സംഘത്തെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്നും ഒരു തർക്കമില്ല. അദ്ദേഹത്തിന് നയിക്കാൻ കഴിയും. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു തവണ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നതിന്റെ അനുഭവ പരിജ്ഞാനവും അദ്ദേഹത്തിനുണ്ട്. അതിലൊന്നും അല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ അവസരത്തിൽ ഓരോരോ മേയർ സ്ഥാനാർത്ഥികൾ ഉള്ളിലുണ്ടായിരുന്നു. അത് നേരത്തെ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാണെന്നല്ല പറഞ്ഞത്.
ശബരിനാഥ് KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായിട്ടുള്ള ആള് വരെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രബലമായ KPCC നേതൃത്വത്തിലുള്ള ശ്രീ നിയാസ് സ്ഥാനാർത്ഥിയാകുമ്പോ നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാം അദ്ദേഹമായിരിക്കും എന്നുള്ളത്. ഈ തന്ത്രങ്ങളുടെ ഭാവം കൊണ്ടല്ല ജനങ്ങളുടെ ഇടയിൽ ലോക്കലായി എത്തിച്ചേരാൻ കഴിയുന്ന എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, 76 കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് 76 വാർഡുകൾക്കകത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നിയാസിനും എനിക്കും ഒരുപോലെ അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിലൊന്നും തർക്കമില്ല. നിയാസിന്റെ ജയം ഉണ്ടാകുന്നതിലൂടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് 76 എണ്ണത്തില് എവിടെയൊക്കെ UDF-ന് വേരോട്ടമുള്ള സ്ഥലങ്ങളുണ്ട് എന്നത് നമ്മൾക്കൊരു പരിശോധന ഡിസംബർ അവസാനം നടത്താം. ശരി, വളരെ നന്ദി PM സുരേഷ് ബാബു, PM നിയാസ് പ്രതികരിച്ചതിന്. അനീഷ്, സമീപകാലത്ത് UDF കോൺഗ്രസ് നടത്തിയ പ്രധാനപ്പെട്ട പ്രക്ഷോഭ പരിപാടികളെല്ലാം കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഏറ്റവും ഒടുവിൽ വന്ന കോഴിക്കോട് നിന്നുള്ളൊരു വാർത്തയാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇതാണ്. സ്വാഭാവികമായും സംസ്ഥാന വിഷയങ്ങളാണെങ്കിൽ കൂടിയും ഇത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിക്കും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വോട്ടാക്കുക എന്ന കോൺഗ്രസിന്റെ തന്ത്രം കൂടി ഇതിന്റെ ഭാഗമായി വരുന്നുണ്ടോ? തീർച്ചയായും കോഴിക്കോട് ജില്ല കോൺഗ്രസിന്റെ വലിയ മുൻഗണനാ പട്ടികയിലുള്ളൊരു ജില്ലയായി തന്നെ മാറിയിരിക്കുന്നു. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒക്കെ വലിയ നേട്ടങ്ങൾ പലപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന ചിന്ത തന്നെയാണ്. പ്രത്യേകിച്ചും ഈ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ MP അദ്ദേഹം പാലക്കാട്ട് നിന്നും തന്റെ തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റിയപ്പോൾ തന്നെ അത് വലിയ ഒരു ഉണർവ് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും യുവജന അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ ഇവർക്കിടയിലൊക്കെ വലിയ ഒരു ആവേശം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വടകര മുതൽ പേരാമ്പ്ര, ബാലുശ്ശേരി അങ്ങനെയുള്ള ആ ഒരു മേഖലകളിൽ പ്രത്യേകിച്ചും ഷാഫിയുടെ കീഴിൽ വരുന്ന ഇടങ്ങളിലൊക്കെ വലിയ ഒരു ആവേശം സൃഷ്ടിക്കാനും ആളുകളെ വലിയ തോതിൽ ഇളക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം പേരാമ്പ്ര സംഘർഷമൊക്കെ ഉണ്ടായപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൂറുകണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിയത്. സ്വിച്ച് ഇട്ട പോലെയാണ് ഷാഫിക്ക് നേരെ ഈ അതിക്രമം ഉണ്ടായ ശേഷം കോഴിക്കോട് ജില്ലയിലെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് എല്ലായിടത്തും പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഒപ്പം ഈ കോഴിക്കോട് ജില്ലാ ഘടകവുമായി ചേർന്നിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും ഈ പ്രചാരണത്തിനൊക്കെ പ്രത്യേക കുന്തമുനയായി മാറാൻ പോകുന്നതും ഷാഫി പറമ്പിലൊക്കെ തന്നെയാണ്. ഈ കോഴിക്കോടിന്റെ അറകളിലേക്കൊക്കെ അദ്ദേഹം കടന്നു ചെല്ലും. അനീഷ്, ഒരു കാര്യം കൂടി നമ്മള് കോൺഗ്രസിന്റെ ഈ അവകാശവാദങ്ങൾക്കിടയിലും ഒരു യാഥാർത്ഥ്യം, അത് രാഷ്ട്രീയപരമായി വലിയ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു ഇടമാണല്ലോ. പ്രത്യേകിച്ച് CPM-ന് വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒരു സാധ്യതയിൽ ഈ കോർപ്പറേഷൻ തദ്ദേശ പോരിൽ CPM-ന്റെ മേയർ സാധ്യത ആരായിരിക്കും? ഇടതുപക്ഷം ആരെ ഉയർത്തിക്കാട്ടും? അങ്ങനെ ഒരു മുഖമുണ്ടാകുമോ? തീർച്ചയായും അങ്ങനെ ഒരു മുഖം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ CPM-ന്റെ ഒരു സംഘടനാ ശൈലി വെച്ചത് നേരത്തെ പറയുകയില്ലെങ്കിൽ പോലും ഈ കോൺഗ്രസിന് സീറ്റ് വിജയിപ്പിച്ചെടുക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. കാരണം ഇപ്പോൾ തന്നെ 49 ആളുകളുണ്ട് LDF-ന്. അതിൽ 46 പേരും 50 പേരിൽ 46 പേരും CPM-ന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം 18 പേരാണ് UDF-ന് ആകെയുള്ളത്, 7 പേര് പ്രതിപക്ഷത്തും. അതായത് പ്രതിപക്ഷത്തുള്ളതിൻ്റെ 20ഓളം ആളുകളുടെ എണ്ണ കൂടുതൽ CPM-ന് മാത്രമുണ്ട്. അത്രമാത്രം അപ്രമാദത്തുള്ള ഒരു സ്ഥലമാണ്. ഇത്തവണ ബീന ഫിലിപ്പ് ആയിരുന്നു മേയറായിരുന്നത്. അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നത് മുസാഫിർ അഹമ്മദാണ് ഡെപ്യൂട്ടി മേയറായി. അദ്ദേഹത്തിന് ദീർഘകാല പരിചയമുണ്ട്. ഇപ്പോൾ തന്നെ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പരിചയമുള്ള ആൾ, കൗൺസിലർമാരെയൊക്കെ നിരന്തരം ഇടപെടുന്ന ആൾ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മുസാഫിർ അഹമ്മദിന് തന്നെയാണ് അടുത്ത മേയർ സ്ഥാനം നൽകുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വരെ ലഭിക്കുന്ന വിവരം. കാരണം ഏറ്റവും അനായാസമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന മുസാഫറാണ്. ഇപ്പോഴും നമുക്കറിയാം ബീന ഫിലിപ്പ് മേയർ സ്ഥാനത്തുണ്ടെങ്കിൽ പോലും പലപ്പോഴും കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യുന്നതും മറ്റ് പ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായുള്ള ഏകോപനം നടത്തുന്നതുമൊക്കെ മുസാഫർ തന്നെയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയൊക്കെയാണ്. അതുകൊണ്ട് മുസാഫറിന് തന്നെയാണ് നിലവിൽ സാധ്യത. ഇനിയും മറ്റ് ചിലയിടങ്ങളിലൊക്കെ പരീക്ഷിക്കുന്ന പോലെ ഒരു യുവ മുഖത്തിനും മറ്റുമൊക്കെ നൽകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാവും പുതിയൊരാളിലേക്ക് പാർട്ടി നീങ്ങുക. മറിച്ചാണെങ്കിൽ മുസാഫറിന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത. നിലവിൽ മുസാഫറിനെ